വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അല്ലേ ഇതേപോലെ മെഹന്തി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ എലമെൻ്റ് ആണെങ്കിലും വരക്കണം എന്നുള്ളൊരു ത്വര സമയത്തൊക്കെ വെറുതെ ഇരുന്ന് വരക്കുന്ന ഓരോ ഡിസൈനാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എൻ്റെ മൈൻഡിൽ തോന്നിയിട്ടുള്ള ഒരു ഫ്ലവർ, ഇത് ഞാൻ മുന്നേ ഏതോ ഒരു വീഡിയോയിൽ ഈ ഒരു ഫ്ലവർ വരക്കുന്ന വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഓർമ്മയിൽ ഇങ്ങനെ വരച്ചെടുത്തൊരു ഫ്ലവറാണിത്. അപ്പോൾ എപ്പോഴും വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവില്ല. സമയത്ത് വീഡിയോ എടുക്കാനായിട്ട് ഭയങ്കര മടിയാക്കാരം. വീഡിയോ എടുക്കണതിനേക്കാൾ ഏറ്റവും ബുദ്ധിമുട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാനാക്കാരം. പിന്നെ നിങ്ങൾ കാണുന്ന ഈ ഒരു മിനിറ്റോ അല്ലെങ്കിൽ 30 സെക്കൻഡ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. ഒരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബാക്കിൽ ഒരുപാട് കഷ്ടപ്പാടുണ്ട്. ഇത് നല്ല ഏതൊരു വർക്കിനും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന് എത്ര എഫേർട്ട് ഇടുന്നുണ്ട് എന്ന് മനസ്സിലാവുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, ഈ യൂട്യൂബിൽ ഇതേപോലെ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ കളിയാക്കാനായിട്ട് കുറേ പേരുണ്ടാവാറുണ്ട് കേട്ടോ. അതും നമ്മൾ അത്രയും അടുത്തറിയുന്ന ആൾക്കാർ. അപ്പോൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ. അതിനി യൂട്യൂബിലായിക്കോട്ടെ, പുറത്തുള്ളവരായിക്കോട്ടെ, അറിയുന്നവരായിക്കോട്ടെ. അതേപോലെ തന്നെ യൂട്യൂബിൽ നിന്നല്ലാതെ എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് കളിയാക്കിയിട്ടൊരു കമൻറ്റ് പോലും വന്നിട്ടില്ല. പക്ഷെ കൂടുതലായിട്ടും അറിയുന്ന ആൾക്കാരുടെ അടുത്തു നിന്നാണ് ഞാൻ ഫേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പറയുന്നവരെന്നും പറഞ്ഞും കൊണ്ടേ ഇരിക്കില്ല. ഞാനിങ്ങനെ വീഡിയോസ് ഇടണമെന്നുണ്ടെങ്കിൽ എനിക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഗുണമുള്ളതുകൊണ്ടല്ലേ ഞാൻ ഇടുന്നുണ്ടാവുക. മേ ബി എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ ഇതിന്ന് വരുമാനം ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്നവർക്ക് എന്നീ പറച്ചിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാൻ എന്തിനാ ഇവിടെ പറയണതെന്ന് വെച്ചാൽ, നമ്മൾ എന്തൊരു കാര്യം തുടങ്ങുമ്പോഴും നമ്മളെ കളിയാക്കാനും പിന്തിരിപ്പിക്കാനൊക്കെ ഒരുപാട് പേരുണ്ട്. അങ്ങനെ കളിയാക്കൽ പേടിച്ചിട്ട് ബാക്കിൽ നിൽക്കണവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാഷനാണ്, നിങ്ങളുടെ ലൈഫാണ്. അത്രേ പറയാനുള്ളൂ.